സൺറൂഫേ നല്ല പണി വന്നായിരുന്നേ. ഈ ഷെയ്ഡ് അടയേണ്ടല്ല. ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് ലോങ് ഡ്രൈവ് പറ്റുമോ? എത്ര വട്ടം ചാർജ് ചെയ്യേണ്ടി വരും? ഡീസലിനേക്കാൾ ലാഭമാണോ? എന്താണ് ബുദ്ധിമുട്ടുകൾ? ഞാനാണ് പറഞ്ഞത് ഇലക്ട്രിക് കാറിൽ പോവാം. ഓക്കെ, ക്രെറ്റ പെട്രോൾ നമ്മുടെ കയ്യിലുണ്ട്, ജിംനി പെട്രോൾ നമ്മുടെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ വെൻ്റെ കുഴപ്പമുണ്ട്. എന്നാലും നമുക്ക് ഇലക്ട്രിക് കാറിൽ പോകാമെന്ന് പറയാൻ കാരണം അതിൻ്റെ റേഞ്ച് തന്നെയാണ്. 500 കിലോമീറ്റർ അടുത്തൊക്കെ റേഞ്ച് കിട്ടുന്നു മഹീന്ദ്ര പറയുന്നുണ്ട്. ഓക്കെ, എത്ര കിട്ടുമെന്ന് നോക്കാം. പിന്നെ ചാർജിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ മാത്രമല്ലോ, തമിഴ്നാട്ടിലെ അവസ്ഥ നമുക്ക് അറിയണ്ടേ. നമ്മൾ ഈ വിറ്റാറായിട്ട് പോയപ്പോൾ ഫേസ് ചെയ്ത കാര്യം കറണ്ട് ഉണ്ടായില്ല. അതുപോലുള്ള പ്രശ്നങ്ങൾ ഈ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുമോ അറിയണ്ടേ. അപ്പോൾ നയനസുമായിട്ട് നേരെ 1000 കിലോമീറ്റർ ഓടിക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു ഫാമിലി ട്രിപ്പ്. പോകുന്നത് പുലർച്ചെ ആകുമ്പോൾ നല്ല ഗുണമാണ്. നമുക്ക് തിരക്കില്ലാണ്ട് പോവാം, ട്രാഫിക്കില്ലാണ്ട് പോവാം. അതായത് വേഗം തന്നെ കുറേ കിലോമീറ്റർ അങ്ങ് പിടിക്കാൻ പറ്റും. എവിടേക്കാ അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രിക് കാറിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽ പോകുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, അതിന് കിട്ടുന്ന റേഞ്ച് എന്താ, എന്തുമാത്രം ചിലവ് വരും, അതേ ട്രിപ്പ് ഡീസൽ കാറിൽ പോയാൽ എന്ത് വ്യത്യാസം വരും, ഈ പറയുന്ന പോലെ ഇലക്ട്രിക് ലാഭമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് കൊച്ചിനാണ്. നമ്മൾ പോകുന്നത് ഒരു ഇത്തിരി ദൂരം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1000 കിലോമീറ്റർ. എത്ര വട്ടം ചാർജ് ചെയ്യേണ്ടി വരും അതെനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എത്ര ചിലവാക്കേണ്ടി വരും അതും എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ പോവുകയാണ്. 9S കൊണ്ട് പോവാണ്, മഹീന്ദ്ര XEV 9S കൊണ്ട്. സമയം 3 മണിയാട്ടാ. 3 മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന്. ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. സൺറൂഫിൻ്റെ ഈ ബ്ലൈൻഡ് ഉണ്ടല്ലോ, ഇത് അടയുന്നില്ല. ഇന്ന് ആദ്യം വെയിലുകൊണ്ട് നാറും കേട്ടോ, ആണ് അവസ്ഥ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ചാർജ് ചെയ്തിട്ടുണ്ട്. ചാർജ് എന്ന് പറയുമ്പോൾ 98% ചാർജ് ഉണ്ട്. കാണിക്കുന്നത് 460 കിലോമീറ്ററാണ്. സോ നമ്മളിതാ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഫാസ്റ്റ് ആകില്ല, എന്താവും അറിയണം. UPI കുറച്ച് പൈസ കൂടുതൽ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഇലക്ട്രിക് കാറിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു ദിവസത്തെ പരിപാടിയല്ല. പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ റെഡി ആവേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇവിടെ ചാർജിങ് ഫെസിലിറ്റി വീട്ടിലില്ല. അപ്പോൾ നമ്മളത് കൊണ്ട് ചാർജ് ചെയ്യണം. ഞാൻ നോക്കുമ്പോഴേ 9 to 4 സോളാർ അവർ. ഈ സോളാർ അവറിൽ കാശ് കുറവ്. അത് കഴിഞ്ഞാൽ 25 to 27 വരുന്നുണ്ട് ഒരു യൂണിറ്റിന്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ വെച്ചിട്ട് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ 2:30. ട്രാഫിക് ബ്ലോക്ക്, എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ, ഒരു രക്ഷയില്ല, നല്ല ബ്ലോക്ക്, ഏതൊരു ഉത്സവം പോലെ ഒടുക്കത്തെ ബ്ലോക്ക്. അതൊക്കെ നിരങ്ങി ഞാൻ ആദ്യം കണ്ട 60 കിലോമീറ്റർ ചാർജ് സ്റ്റേഷനിലെത്തി. വണ്ടി കുത്തിയിട്ടപ്പോൾ 4 മണി. ഓക്കെ, 4 മണിയല്ല 3 മണി. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ ചാർജ് ആവും. ശരി, സോളാർ അവറിൽ നിൽക്കും, ചിലവ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ പണിയൊന്ന് പാളി. വേറൊരു വണ്ടി കൂടി വന്ന് കുത്തി, ഒരു B6. അവർ വന്ന് കുത്തുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ചാർജ് കയറുന്നില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് ആപ്പൊക്കെ ശരിയാക്കി കൊടുത്തു. അപ്പോൾ ഇത് സ്പ്ലിറ്റായി. ഈ 60 കിലോമീറ്റർ ചാർജ് 2 വണ്ടിയിലാണ് 30 ആയി. അപ്പോൾ എനിക്ക് 24 ഒക്കെ വെച്ച് കയറുള്ളൂ. 24 കയറി മനസ്സിലായത് ഇപ്പോഴും തീരില്ല, ഒരു സമയം എടുക്കും. എന്നാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം വണ്ടിയിൽ നോക്കി. കുറച്ച് നേരം വണ്ടിയിൽ നോക്കിയിട്ട് കയറുന്നില്ല, കാണിക്കുന്നത് 2.5 മണിക്കൂറൊക്കെ. അപ്പോൾ ആദ്യം ഉണ്ട് എൻ്റെ കൂടെ, ആദ്യം വരുന്നിട്ട് പറഞ്ഞ് വന്നാൽ. അപ്പോൾ ഞാനോട് ചോദിച്ചാൽ നമുക്ക് പുറത്ത് പോകാമെന്ന് വെച്ചു. ശരി, അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നേരെ ആ ഒരു മോളിൻ്റെ മുകളിൽ പോയി. അവിടെ മോളിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിലയില്ലേ, അവിടെ നമുക്ക് ആ റേസിംഗ് ട്രാക്ക് ഉണ്ട്, ഗോകാർട്ടിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരുണ്ട്. പിന്നെ 60 കിലോവാട്ടിൻ്റെ ചാർജറാണ്. ഒരു വണ്ടിയാണെങ്കിൽ 1 മണിക്കൂറിൽ 60 കിലോവാട്ട് കയറും. പക്ഷേ ഇത് രണ്ടായി, സ്പ്ലിറ്റ് ആയില്ലേ. ഗോകാർട്ടിനവിടെ പോയിട്ട് നോക്കിയപ്പോൾ ആദ്യം അത് പറ്റില്ല. കാരണം ആദ്യം ഒരു ഇത്തിരി ചെറുതാണ് ആ ഗോകാർട്ട്. അവൻ്റെ ഒരു വലിപ്പം പോരാ, അവനത് തിരികാമെന്നുള്ള ഒരു കഴിവില്ല, പ്രാപ്തിയായിട്ടില്ല. അപ്പോൾ ഞങ്ങളത് വേണ്ട വെച്ച് ഇറങ്ങി. അവന് ഡിസപ്പോയിൻമെൻ്റ് ആയി, സങ്കടമായി. ഓ, ശരിയായില്ലെന്ന് നോക്കാം. താഴെ പോയിട്ട് ഒരു ബാറ്ററിയിൽ ഓടിക്കുന്ന ഒരു കാറുണ്ട്, അത് ഓടിക്കാനൊക്കെ നോക്കി. ആ ഷോപ്പിംഗ് മാളിലാണല്ലോ, ഇല്ല, അത് നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കടയൊക്കെ തപ്പിപ്പോയി. 2% ചാർജ് കയറിയിട്ടുണ്ട്, 34% ആയിട്ടുണ്ട്. ചാർജിങ് DC എന്നുള്ള ഐക്കൺ അവിടെ കാണാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ കാണാണ്ട് 52%, 35% 2 വണ്ടിക്ക്. ആ B6 നമ്മുടെ വണ്ടിക്കും കുത്തിയിട്ട് ലൈറ്റൊക്കെ അവിടെ ആ ഒരു ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. എടപ്പള്ളിത്തെ വലിയൊരു ഷോപ്പിംഗ് മാളൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം ചെറിയൊരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഫൺ വീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു വണ്ടികളൊക്കെ കാണുമ്പോൾ കയറി ഓടിക്കാനൊക്കെ തോന്നും. പക്ഷേ ആദ്യത്തെ പ്രായം അതല്ല, അത്രയും ചെറുപ്പമല്ലല്ലോ. പിന്നെ ഷോപ്പിംഗ് ഒന്നും നമുക്ക് പ്ലാൻഡ് ആയില്ല, ചുമ്മാ അങ്ങനെ സെൽഫി എടുത്ത് നിന്നു, സമയം കളയണ്ടേ. അങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ട് ഒരു ചായക്കട എത്തി. അവിടെ ചായ ഓർഡർ ചെയ്തിരുന്നു. അതിന് മൊത്തം വിഷാദം കണ്ടോ. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു, ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞ് നമ്മൾ ആപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ 25 കിലോവാട്ട് മാറിയിട്ട് അത് 40ൻ്റെ പുറത്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ B6 പോയി. അപ്പോൾ എന്തായാലും ചാർജ് കുറച്ച് കൂടുതൽ കയറി തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം. അങ്ങനെ വിചാരിച്ച് കുറേ നേരം ഇരുന്നു. വന്നപ്പോഴും അതായിട്ടില്ല. ചാർജ് 44% ആയി, 28 കിലോവാട്ടിൽ ചാർജ് കയറുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ആട്3 വന്നിട്ടുണ്ട് C4 അല്ലെങ്കിൽ C5. ഓക്കെ, C4 BMW C5. അപ്പോൾ ആട്3 വെച്ച് നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് വണ്ടിക്കകത്ത്. അപ്പോൾ ആട്3 വെച്ചിട്ട് നമ്മളത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്ന് ആ ഒരു ആട്3 തമാശയൊക്കെ കേട്ടിരുന്നപ്പോൾ ചാർജിങ് ഫുള്ളായി എന്ന് കാണിച്ചു. സംഭവം 9S മൂവി കാണാൻ ബെസ്റ്റാണ്.
ഇതിൽ സറൗണ്ട് സൗണ്ടും ആ സബ് വൂഫറിൻ്റെ ഒരു എഫക്റ്റും എല്ലാം കൂടിയിട്ട് നല്ല രസമായിട്ട് സിനിമ കാണാനും പാട്ട് കേൾക്കാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ ഓഡിയോ ക്വാളിറ്റി എക്സെപ്ഷണലാണെന്ന് തന്നെ പറയാനുള്ളത്. ചാർജ് കയറുന്ന സ്പീഡ് കൂടി, മറ്റേ വണ്ടി ഇല്ലല്ലോ ഇപ്പോൾ. സൗണ്ട് ക്വാളിറ്റി കൊള്ളാം സിനിമ കാണുമ്പോഴേ. പടം കണ്ടുകൊണ്ടിരിക്കുക ചാർജ് 100%. ഈ 100% എന്ന് പറയുന്നത് 23% മുതൽ 99% വരെയാണ്. അത് 1663 രൂപയാണ്. ഓക്കെ, 2-2.5 മണിക്കൂർ നമ്മളവിടെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമുക്ക് പകരം 100% ചാർജ് ആയിട്ടുണ്ട്. ഇനി ഈ വണ്ടി കൊണ്ട് രാവിലെ ഏർലി മോർണിംഗ് പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വീട്ടിലെത്തി. 1 കിലോ വാട്ട് അവർ കുറഞ്ഞു. ഓക്കെ, 90% കുറഞ്ഞു, കിലോ വാട്ട് അവറല്ല, 99% നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. രാത്രി അങ്ങനെ ഉറങ്ങാനാ, രാവിലെ പോകണ്ടേ, അപ്പോൾ ഉറക്കൊന്നും ഉണ്ടായില്ല. നമ്മളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഒരു 2-2.5 എണീച്ച് 3 മണിക്ക് റെഡിയായി നമ്മൾ പുറപ്പെട്ടു യാത്ര. രാവിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷീണമൊന്നുമില്ല. പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വണ്ടി ഹീറ്റാവാൻ കാത്തിക്കൊന്നും വേണ്ട, ചുമ്മാ കാലെടുത്തങ്ങ് ഓടിക്കാം. ഞാൻ മോഡൊക്കെ മാറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട മോഡിലേക്ക് കസ്റ്റം മോഡാക്കി വെച്ചു. റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകണം, അധികം തിരക്കൊന്നുമില്ല. ഹൈവേയിലൂടെ അത്യാവശ്യം നല്ല പേസിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലീഗൽ സ്പീഡ് 90 to 100 പോകണം. കുതിരാൻ ചുരമൊക്കെ എത്തിയപ്പോൾ ചുരത്തിൻ്റെ അകത്തുകൂടെയൊക്കെ വണ്ടി ഓടിക്കാനായിട്ടുള്ള EV ആണല്ലോ. നമ്മൾ മറ്റുള്ള വണ്ടികളെ ഞെട്ടിച്ചുകൊണ്ട് കൂടെ ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതായത് ത്രോട്ടിൽ റെസ്പോൺസ് കൊള്ളാം. വെറും 6-7% മാത്രം ത്രോട്ടിലാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ വണ്ടിയിൽ കാണിച്ചുകൊണ്ടിരുന്നത് 6.7, 6.5ഒക്കെയാണ്. അതായത് 1 കിലോ വാട്ട് അവറിൽ പോകുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത്. ടോളുകളുണ്ട്. ടോളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ ഫാസ്റ്റാഗിൽ ചാർജ് ചെയ്തിട്ട് എൻ്റെ കാശ് കുറേ പോയായിരുന്നു. കാരണം ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുന്നില്ല. പകരം ഇപ്പോൾ UPI ഉപയോഗിച്ചാൽ മതി. UPI ഉപയോഗിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരട്ടി പൈസ കൊടുക്കണ്ട, ഒരു 20% കൂടുതൽ കൊടുത്താൽ മതി. എന്ന് വെച്ചപ്പോൾ 100 രൂപയാണെങ്കിൽ 125 രൂപയോളം കൊടുത്താൽ മതി. കുഴപ്പമില്ല വിചാരിച്ചു. കാരണം നമ്മൾ വണ്ടി ഓടിച്ച് പോവാണ്, ഇനി അതിന് വേണ്ടി വേറെ ഫാസ്റ്റാഗ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ HUDയിൽ നമുക്ക് ഓരോ ചാർജിങ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ അത് കാണിക്കുന്നുണ്ട്. അതാ മാപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റിൽ ആ ഒരു ചാർജിങ് സ്റ്റേഷൻ പോപ്പ് ചെയ്ത് വരും, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ വരും. ഞാൻ കാലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അസ്വസ്ഥനായി. ചില സമയത്ത് നമുക്ക് പാഞ്ഞ് കയറി പോകാൻ പറ്റില്ല. ഹൈവേ വിട്ട് ചെറിയ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലായത്. നമുക്ക് വേഗം തന്നെ ഒരു സ്പീഡിലെത്തി ആ സ്പീഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പലപ്പോഴും പവർഫുൾ വണ്ടി വേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് എപ്പോഴും സ്പീഡ് പോകാനല്ല, പക്ഷേ ആ ഒരു എടുത്തിട്ട് പെട്ടെന്നൊരു സ്പീഡിലെത്തി ആ സ്പീഡ് കവർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ കിലോമീറ്ററുകൾ താണ്ടാൻ പറ്റുള്ളൂ. അത് എളുപ്പമാണ്. ഇവിടെ മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാപ്പിൾസിൻ്റെ മാപ്പ് തന്നെയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് HUDയിലെല്ലാം വൃത്തിയായിട്ട് കാണാൻ പറ്റും. പൊള്ളാച്ചിയിൽ ഒരു പെട്രോൾ പമ്പിലാണ്. ഈ പെട്രോൾ പമ്പിൽ എന്തിനാണ് EV കൊണ്ട് വന്നതെന്ന് അറിയോ? ഈസി അല്ലേ, വാഷും. ഇനി ഇവിടുന്ന് മധുരയ്ക്ക് 200 കിലോമീറ്റർ, നമ്മളിപ്പോൾ 170 കിലോമീറ്റർ വന്നു. റേഞ്ച് കാണിക്കണം 315. അപ്പോൾ റേഞ്ച് ഉണ്ട്, റേഞ്ച് കുറവൊന്നുമില്ല. ഈ വിർച്വൽ റിയാലിറ്റി മാപ്പ് സപ്പോർട്ട് കൊള്ളാട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും തിരിയണമെങ്കിൽ ആ തിരിവ് ഇങ്ങനെ കാണിക്കും. പിന്നെ നീല ആരോ നേരെ കാണിച്ച് ആ തിരിവ് എത്തുമ്പോൾ നമ്മളോട് അങ്ങോട്ട് തിരിയാനായിട്ട് പറയും. അത് കൊള്ളാം. 163 കിലോമീറ്റർ കഴിയുമ്പോൾ 64% ബാക്കിയുണ്ട്. 6.4 കിലോമീറ്റർ പെർ കിലോ വാട്ട് അവർ. 3 മണിക്കൂർ കൊണ്ട് നമ്മൾ 162 കിലോമീറ്റർ എത്തി. അത്യാവശ്യം നല്ല പേസാണ്. ഇനി 196 കിലോമീറ്ററാണ് ദിണ്ടിഗലിലേക്കുള്ളത്. നമ്മൾ മോശം റോഡിൽ നിന്ന് കയറിയിട്ട് ഹൈവേയിലേക്ക് എത്തുകയാണ്. ഹൈവേയിൽ കാറ്റാടി മരങ്ങളുണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഓടിക്കുന്ന ഇലക്ട്രിക് കാറാകുമ്പോൾ പ്രത്യേകിച്ചും ആ വലിപ്പം കണ്ടോ അതിൻ്റെ ആ ഒരു കാറ്റാടി മരത്തിന്. നമുക്കറിയാം അത് വളരെ വലുതാണെന്നുള്ളത്. പലതും ഓഫ് ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ ലിഫ്റ്റ് കണ്ടു മുകളിൽ കയറി പോകാനായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാനായിരിക്കും. പല സ്ഥലങ്ങളിലും പല സൈഡിലേക്കും പല വശങ്ങളിലേക്കുമാണ് ഇതിൻ്റെ ഒരു കാറ്റാടിയൊക്കെ നിൽക്കുന്നത്, കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല പേസിൽ പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓക്കെ, സ്വിഫ്റ്റ് ഓവർടേക്ക് പോകുന്നുണ്ട്, സാരമില്ല. നമ്മൾ ഓടിക്കുന്ന ഇലക്ട്രിക് കാറാണ്, റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് കാല് കൊടുക്കുന്നില്ല. ഞാൻ എപ്പോഴും ആ ഒരു ടോട്ടൽ റെസ്പോൺസ് അല്ലെങ്കിൽ ടോട്ടൽ പെഡലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചെക്കാണ്, ഇൻ ചെക്കാണ്. കാരണം 10% മുകളിൽ പോകുമ്പോൾ റേഞ്ച് ഇറങ്ങി പോകുന്നുണ്ട്. 6.4 എന്നുള്ളത് 6.2 ആയാൽ പോലും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഓക്കെ, റേഞ്ച് ആൻസൈറ്റി ഉള്ളതാണ്. അതിപ്പോൾ 1000 കിലോമീറ്റർ വണ്ടിയാണെങ്കിലും ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ട്. ഈ വണ്ടിക്ക് എന്തായാലും എനിക്കത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ സ്റ്റോപ്പ് ദിണ്ടിഗലിലേക്കാണ് പോയത്. ദിണ്ടിഗലിൽ ചാർജർ നമ്മൾ നോക്കി വെച്ചിരുന്നു, ഒരു വെയിറ്ററിയൻ ഹോട്ടലിൽ. അപ്പോൾ അവിടെ എത്തിയാൽ മതി എന്നുള്ള മൈൻഡിലാണ് പോണത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല പേസിലാണ് പോണത്. ഒരു 100, 110, 90 ആ റേഞ്ചിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. 2 മണിക്കൂറിൽ പാലക്കാട്, 4 മണിക്കൂറോളം ആയപ്പോൾ നമ്മൾ പൊള്ളാച്ചി വഴി അങ്ങനെ കയറിയിട്ട് നമ്മളങ്ങനെ ആ ഒരു ദിണ്ടിഗലിലേക്ക് എത്തായി. നമ്മൾ ദിണ്ടിഗലിലെത്തിയേ. ദിണ്ടിഗലിലെത്തിയെന്ന് പറയുമ്പോഴേ ഇവിടെ നമുക്ക് എനർജി നോക്കിക്കോട്ടോ. 29% ബാക്കിയുണ്ട്. 132 കിലോമീറ്റർ ഇനി ഓടാറുണ്ട്. നമ്മൾ 312 കിലോമീറ്റർ ഓടി 5 മണിക്കൂറുണ്ട്. 59 കിലോമീറ്റർ നമ്മുടെ ഒരു ആവറേജ് സ്പീഡാണ്. 6.2 കിലോ വാട്ട് അവറാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ 6.2 കിലോമീറ്റർ ആണ് 1 കിലോ വാട്ട് അവർ എടുക്കുന്നത്. ഇനി 132 കിലോമീറ്റർ അല്ലെങ്കിൽ 29% ബാക്കിയുണ്ട്. അതായത് ഏറെക്കുറെ 312, 450 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതും നല്ല സ്പീഡിൽ ആവറേജ് 59 കിലോമീറ്റർ വന്നിട്ട് കേട്ടോ. ഇനി ഇവിടുന്ന് രാമേശ്വരം, ഞാൻ ഹൈവേ വഴി വന്ന് അപ്പോൾ രാവിലെ വിട്ടു പോന്നു. ഇനി ഇവിടുന്നാണ് പോകേണ്ടത്. ചാർജ് ഇട്ടിട്ടുണ്ട്. അതായത് 450 കിലോമീറ്റർ കട്ടായാണ്. കാരണം സ്പീഡ് പിടിച്ചേക്കുന്നത് 90, 100 ആണ്. അപ്പോൾ സാധാരണ ഒരാൾ വണ്ടി ഓടിക്കുന്നവർ ഓടിച്ചാൽ തന്നെ
ഏറെക്കുറെ 450 കിലോമീറ്റർ കട്ടായാണ്. ഇവിടെ 120 കിലോ വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ വേഗം ചാർജ് ആവും, പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. ആ ഒരു ചാർജിങ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോകാനായിട്ട്. ഇത് ദിണ്ടിഗലാണ്. ദിണ്ടിഗലിലൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേരെന്താ? തമിഴ് വായിക്കാറില്ല. ഏതാ ഹോട്ടൽ? ശരവണഭവനാണെന്നാണ് തോന്നുന്നത്. ഹോട്ടൽ എന്തായാലും പേര് വായിക്കാറില്ലെങ്കിലും ഭക്ഷണം നമ്മൾ ഇഡ്ഡലിയും അല്ലെങ്കിൽ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിച്ചു. ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ. 85% 43 കിലോമീറ്ററൊക്കെ കയറുന്നുണ്ട്. കണ്ടോ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഗുണം കണ്ടോ? 502 കിലോമീറ്റർ റേഞ്ച് ആയിപ്പോൾ. അടിപൊളി. അപ്പോൾ അതെ 502 കിലോമീറ്റർ വിത്ത് ക്ലൈമറ്റ് ഓഫ് ആണെങ്കിൽ 532. എന്നാലും പറ്റില്ല. ലോ മിഡ് ഹൈ ഒക്കെ. ലാസ്റ്റ് ചാർജ് 41 മിനിറ്റ് 63%, 398 കിലോമീറ്റർ ആടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ് ദിണ്ടിഗലിൽ നിന്ന് പോവാണ് രാമേശ്വരം. ടിവിക്ക് ചെലവ് കുറവെന്നുള്ളൊരു മിത്താണ്. ഇത് തന്നെ ഇപ്പോൾ തന്നെ ആയി 3000 രൂപ. അതായത് 25+ ആണ് ഇവിടെ ചാർജിന് ഒരു യൂണിറ്റിന്. അപ്പോൾ എന്തായാലും ടിവിക്ക് പൈസ കുറവാണെന്നുള്ള മിത്താണ്. തിരിച്ചു കൊണ്ട് ബാക്കിയുള്ള പറയാം. ദിണ്ടിഗൽ ടു രാമേശ്വരം 4 മണിക്കൂർ 4 മിനിറ്റ് 240 കിലോമീറ്റർ. ബാക്കി അവിടെ പോയിട്ട് കേട്ടോ. ദേ മാപ്പിൾസിൻ്റെ മാപ്പാണ്. ഇതിനകത്ത് ഗുണമുണ്ട്, നമുക്ക് എല്ലാം മറ്റേ HUD കാണാൻ പറ്റും. പോകാനുള്ളത് 240 കിലോമീറ്റർ, കയ്യിലുള്ളത് 500 കിലോമീറ്റർ റേഞ്ച്. പിന്നെ എന്ത് നോക്കാൻ, ഇനി ഇവിടുന്ന് കാലെടുത്ത് പിടയ്ക്കാം എന്നുള്ള മൈൻഡാണ്. അതായത് വേറെ നല്ല ഹൈവേ, നല്ല വൃത്തിയായിട്ട് കാണാവുന്ന ദൂരക്കാഴ്ചയുള്ള ഹൈവേ. ചുമ്മാ കാലെടുത്ത് പോയാൽ മതി. ഈ വണ്ടിയാണെങ്കിൽ കയ്യിൽ നിൽക്കുന്നുണ്ട്, നല്ല ഫാസ്റ്റാണ്, നല്ല ക്യുക്കാണ്, നമുക്ക് ഓടിക്കാനായിട്ടൊരു പാടില്ല എന്നല്ല പറയേണ്ടത്. എളുപ്പമാണ്, ഈസിയാണ്, ആർക്കും ഓടിക്കാം, വളരെ ലളിതമായിട്ട് ഓടിക്കാവുന്നൊരു വണ്ടിയാണ് ഈ 9S. സൺറൂഫേ നല്ല പണി വന്നായിരുന്നേ. ഈ ഷെയ്ഡ് അടയേണ്ടല്ല. അപ്പോൾ വിചാരിച്ചു വെയിൽ കൊണ്ട് ചീഞ്ഞു ഈ യാത്ര എന്ന്. പക്ഷേ സംഭവം ആദ്യം പിടിച്ചു. ഞാൻ ആ സ്വിച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് അങ്ങ് അടച്ചു കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ഈ യാത്ര വെയിലായി പോയനെ. എന്തായാലും ഇനി രാമേശ്വരത്തിന് ഒരു 100 കിലോമീറ്റർ ഉള്ളൂ. അത്യാവശ്യം നല്ല പേസിലാണ് പോണത്. അങ്ങനെ അടിച്ചു വിട്ട് പോവാണ്. അതേ ഹായ്. സംഭവം സൺറൂഫ് തുറക്കാത്തും അടയ്ക്കാത്തും മഹീന്ദ്രയുടെ കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടി കുറേ കൈമറിഞ്ഞ് വന്ന വണ്ടിയാണ്. അപ്പോൾ എവിടെയോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ചാലുകളിൽ ആ ഒരു ചാനലുകളിൽ പൊടിയോ ചളിയോ അടിഞ്ഞിട്ടാണ് ഇത് തുറക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തുറന്നാണ് നിന്നിരുന്നെങ്കിൽ മഴയും വെയിലും കൊണ്ടുതന്നെ. പക്ഷേ അടഞ്ഞിരുന്നു. ആ ഒരു കർട്ടൻ മാത്രമേ അടയാത്തുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വിചാരിച്ചു നടക്കില്ല, വല്ല പേപ്പർ വാങ്ങി ഒട്ടിക്കണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടന്നൊരു സ്റ്റിക്കർ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സ്വിച്ചിൻ്റെ മുകളിൽ തൊട്ടപ്പോൾ ഒരു ചെറിയ കോണ്ടാക്റ്റ് കിട്ടി. നമുക്ക് കൈകൊണ്ട് വലിക്കാനോ അല്ലെങ്കിൽ കൈകൊണ്ട് വലിച്ചടയ്ക്കാനൊന്നും ഷെയ്ഡ് പറ്റില്ല, എല്ലാം സെൻസറുകളാണ്. അപ്പോൾ ചെറിയൊരു കോണ്ടാക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഒരു തടസ്സമൊന്ന് മാറ്റി കൊടുത്താൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും എന്നുള്ളത്. കാരണം മഹീന്ദ്രനെ ഓൾറെഡി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഷോറൂമിലോ സർവീസ് സെൻ്ററിലോ കയറ്റിക്കോളൂ, അവർ ശരിയാക്കി തരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നു, നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം ഒരു കാര്യം ചെയ്യാൻ തൊട്ട് നോക്കുന്നു. അവൻ ആ ഒരു ഷെയ്ഡിൻ്റെ മുകളിൽ തൊട്ടു. ഞാൻ ആ കോണ്ടാക്റ്റിൽ പ്രസ് ചെയ്തപ്പോൾ അത് അനങ്ങി തുടങ്ങി. ആ ഒരു അനക്കം നമുക്ക് മുഴുവനായിട്ട് കിട്ടി. അങ്ങനെ അത് ക്ലോസ് ചെയ്തെന്നുള്ളതാണ്. അതായത് പനോരമിക് സൺറൂഫ് എന്ന് പറയുന്നത് യൂസ്ഫുള്ളാണ്. രാത്രി ഓപ്പൺ ചെയ്തിടാനും നിലാവ് കാണാനും നക്ഷത്രം കാണാനും ഒക്കെ. പക്ഷേ വെയിൽ വന്നാൽ അത് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ചൂടെടുത്ത് വെന്ത് ചാവും എന്നുള്ളത് സംശയമൊന്നുമില്ല. 2-3 ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വന്ന പോലെ ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ പെട്ടു. ഇതങ്ങനല്ല, നല്ല ഷെയ്ഡാണ്. അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ആൻറ്റി ഗ്ലെയറോ അല്ലെങ്കിൽ സ്റ്റിക്കർ എന്തെങ്കിലും അടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കൂളിംഗ് ഫിലിം അടിക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. ദിണ്ടിഗൽ കഴിഞ്ഞ് മധുരയ്ക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി തമിഴ്നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട സിറ്റികളിലൊന്ന് മധുരയാണ് എന്നുള്ളത്. ട്രാഫിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ആളുകളുടെ പെരുമാറ്റ രീതിയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറയുന്നത് പേഴ്സണലി അല്ല, ഡ്രൈവേഴ്സിൻ്റെ പറയുന്നത് ഒരിത്തിരി മോശമാണ് മധുര എന്നുള്ളതാണ്. എനിക്ക് മധുര എങ്ങാനും ഒന്ന് കഴിഞ്ഞ് കിട്ടണമെന്ന് ഞാൻ ആശിച്ചു പോയി. വെറുതെ അല്ല ആ പെണ്ണ് പാടിയത് മധുരയ്ക്ക് പോകാതെടിയെന്ന്. ഓട്ടോറിക്ഷകളും ബൈക്കുകളും അവിടുന്ന് ഇവിടുന്ന് വന്ന് കയറുന്നതും ഒക്കെ കണ്ട് എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. ടോൾ നമ്മൾ UPI ഉപയോഗിച്ച് തന്നെ കൊടുക്കുന്നത്. കാരണം ടോളിന് വേറെ വഴിയില്ല, നമുക്കടുത്ത് ഫാസ്റ്റാഗ് ഇല്ലാത്ത നഷ്ടം നമ്മൾ UPIയിൽ അടയ്ക്കുന്നു എന്നുള്ളൂ. ഫാസ്റ്റാഗ് പിടിക്കുമ്പോൾ കാശ് ഫാസ്റ്റാഗെന്ന് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ UPIയിൽ നിന്ന് പോകുന്നു, കുറച്ച് കൂടുതൽ പോകുമെന്നേ ഉള്ളൂ. അങ്ങനെ ഹൈവേയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ രാമേശ്വരം റൂട്ടിലേക്ക് തിരിയാണ്. ധനുഷ്കോടി രാമേശ്വരം എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോൾ സമാധാനമായി. ഓക്കെ, നമ്മൾ എത്താറായി. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. അതാണ് എല്ലാവരും വലിയ രസം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഉച്ചയൂണിന് മുന്നേ എന്തായാലും രാമേശ്വരം എത്താൻ പറ്റും. നല്ല റോഡാണ്. ആ റോഡ് പാമ്പമ്പാലത്തേക്ക് പോകുന്ന റോഡാണ്. അവിടെ തിരക്കൊന്നുമില്ല. വളരെ ഒറ്റ ലൈനാണെങ്കിൽ കൂടി വളരെ കുറച്ച് വണ്ടികളെ പോകുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം പേസിൽ ആ റോഡ് കൂടെ പോകാൻ പറ്റും. തമിഴ് വണ്ടികൾ കണ്ടു തുടങ്ങി. അതായത് രാമേശ്വരത്തേക്കുള്ള യാത്ര എന്നുള്ള നിലയ്ക്ക് വലതുവശത്തു കൂടെ നമുക്ക് കടൽ കാണാം. കടലിലേക്ക് നോക്കി കടലിലെ കാറ്റടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ രാമേശ്വരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു, ഇതൊരു ഭക്തി നഗരമാണ്, അല്ലെങ്കിൽ ഇത് ആളുകൾ ഭക്തി പൂർത്തീകരിക്കാൻ വരുന്ന സ്ഥലം കൂടെയാണ്. നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുന്നു എന്നേ ഉള്ളൂ. നോക്കിയാൽ പനകളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കടകളുണ്ട്. എനിക്കൊരു ചായ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഊണ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് അതിന് മെനക്കിട്ടില്ല. പാമ്പൻ പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോഴും നല്ല വെയിലായിരുന്നു, ചൂട്, സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. കാരണം നട്ടുച്ചയാണല്ലോ. ഈ ഉച്ചയ്ക്കാണ് നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. രാമേശ്വരത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തുമ്പോൾ ആദ്യം കാര്യമില്ല. കാരണം നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ
ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് നമുക്കറിയാം. അവിടുത്തെ അവസ്ഥ മാത്രമേ അറിയാത്തുള്ളൂ. എന്തായാലും അവിടെ കയറി അവിടുത്തെ നാടൻ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കി. XUV 7Xോടെ ലുക്കുള്ള 7Sന് ഒരു ഇലക്ട്രിക് ആണെന്ന് മനസ്സിലാവുക മുന്നിൽ നോക്കിയാൽ മാത്രമാണ്. പിന്നെ വീലുകളിലും നോക്കിയേ 181 കിലോമീറ്റർ പോകാനുള്ള റേഞ്ച് ബാക്കിയുണ്ട്, അഥവാ 37%. അപ്പോൾ ഞങ്ങൾ 2 വട്ടം ചാർജ് ചെയ്തിട്ട് രാമേശ്വരത്തെത്തി. ആദ്യത്തെ ചാർജിങ് ഇന്നലെ വീട്ടിൽ നിന്ന് 100%, പിന്നെ ഇന്നൊരു 30 to 90 സംതിങ്. ഓക്കെ, യൂണിറ്റുകളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ശരിക്കും ഓടിയേക്കുന്നത് 590 കിലോമീറ്റർ അടുത്താണ്. പിന്നെ ബാക്കിയുള്ളതൊരു 190 കിലോമീറ്റർ ഉണ്ട്, 180 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ പറയാം. അത് കൂടാതെ ഇന്നിപ്പോൾ തിരിച്ചു പോകാനുള്ള ചാർജിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, 100% ചാർജ് ചെയ്യാൻ വേണ്ടി താഴ്ത്തിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ അറിയണം. എന്തായാലും ഞാൻ ആ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കാൻ കണക്കുകൂടലൊക്കെ പറയാം, എത്രത്തോളം ലാഭമാണ് ആ ഒരു കാര്യം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ രാമേശ്വരത്ത് വരികയാണെങ്കിൽ ചാർജിങ് ഉള്ളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് എളുപ്പ കാര്യങ്ങൾ. എന്തായാലും എനിക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങട്ടെ. എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 കേട്ടോ. അതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ടാണ് വന്ന് പറയാം. എന്തായാലും സംഗതി രസമാണ്. ഈ വിൻഡോ നോക്കി കാണാൻ നമുക്ക് ആ വണ്ടിയുടെ താഴെ കിടക്കുന്നത്. ഇവിടെ വന്നപ്പോഴും നമുക്ക് കിട്ടിയ ലക്ക് എന്ന് പറയുന്നത് വേറൊരു വണ്ടിയോടെ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹോട്ടലിൽ നിൽക്കുമ്പോൾ വേറൊരു വണ്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി പറഞ്ഞു കുത്തിയിട്ടെന്ന് പറഞ്ഞു. അതും 120 kWh. കുത്തിയിട്ടു, കിടന്നുറങ്ങി. ഉറക്കത്തിൻ്റെ ഒരു പാതി മയക്കാകുമ്പോഴേക്കിനെ സെക്യൂരിറ്റി വിളിച്ചു, സാർ വണ്ടി ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്ന് വണ്ടി മാറ്റിയിട്ടു. 100% അവിടെയും ഒരു 1600 ചിലവേണ്ട. ഓക്കെ, വാട്ടവർ. എന്തായാലും അങ്ങനെ വണ്ടി ഓട്ട് പിന്നെ വണ്ടി എടുക്കണ്ടായില്ല. രാമേശ്വരം നടന്ന് കാണലൊക്കെ രാത്രിയൊക്കെ ബൈ വാക്കാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഒക്കെ ചെയ്ത് അവിടെ അങ്ങനെ രാത്രി അങ്ങനെ സ്പെൻഡ് ചെയ്തു. തേങ്ങ വീഴാൻ സാധ്യതയുള്ള തെങ്ങിൻ്റെ വീട്ടിലായിരുന്നു പാർക്കിംഗ്. അതായിരുന്നു പ്രശ്നം. നോക്കിയാൽ 36 മുതൽ 99% വരെ, ഏറെക്കുറെ 1736 രൂപ ചാർജ്. നോക്കിയേ, രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കും. അപ്പോൾ നമ്മളൊരു 5 മണിക്ക് എണീച്ച് 5:50 നമ്മൾ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തി. പക്ഷേ ചെക്ക് പോസ്റ്റ് തുറക്കണം 6 മണിക്ക്. അതുകൊണ്ട് തന്നെ സൂര്യോദയം നമുക്ക് ധനുഷ്കോടി കാണാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ എത്തില്ല സമയത്ത്. എന്തായാലും തുറന്നു. നമ്മൾ വണ്ടി എടുത്ത് വിട്ടുപോയി നല്ല ഫാസ്റ്റായിട്ട് പോയി. നേരെ ധനുഷ്കോടി എത്താണ്. ധനുഷ്കോടി എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, സൂര്യൻ ഉച്ച വന്നിട്ടുള്ള രസം കാണാനായിട്ട് നമ്മൾ ഇറങ്ങി. അവിടെയൊക്കെ വണ്ടി കൊടുത്ത് തിരക്ക് തീരെ കുറവാണ്. ഇറങ്ങി അടിച്ചു. നേരെ കടലിലേക്ക് ഇറങ്ങി. കടലിലൂടെ കുറേ ബീച്ചിലൂടെ ഉള്ളിലേക്ക് നടന്നു പോയി. അവിടെ അപ്പുറത്ത് ശ്രീലങ്ക കാണാം. ശ്രീലങ്കയുടെ ഒരു ചെറിയ ഐലൻഡ് കാണാം. ഐലൻഡ് അവിടെ നമുക്ക് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലാക്കുന്നത് രണ്ടുപേരൊരു എന്താ പറയുക, ഭാര്യയും ഭർത്താവും കൂടെ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി കിടക്കാനുള്ള റെക്കോർഡുള്ള പരിപാടിയാണ്. പക്ഷേ അവരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അതുപോലെ രണ്ടുപേരും നമ്മൾ കണ്ടു. നമ്മളവിടെ എത്തുമ്പോഴേ ചെക്ക് പോസ്റ്റിൽ ക്യൂ ആണ്. കാറുകളുണ്ട്, ഓട്ടോകളുണ്ട്, പല വണ്ടികളുണ്ട്. ഓട്ടോയും കാറും ബസ്സും ഒക്കെ പോകുന്ന സ്ഥലമാണത്, അല്ലെങ്കിൽ പോകാനുള്ള സംവിധാനമുള്ള സ്ഥലമാണത്. ബൈക്കുകളും പോകുന്നുണ്ട്. ബൈക്കുകളെ കയറ്റി വിടുന്നു തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് കയറ്റി വിടാത്തതാണ്. ആ ഒരു 6 മണിയാവാനുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു നമ്മൾ നേരം വൈകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫാസ്റ്റായിട്ട് പോകാം. കാരണം പിന്നിലാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ ചെക്ക് പോസ്റ്റ് തുറക്കുന്നവരെ കാത്തിരുന്നു. 20 രൂപ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആ ടോൾ കൊടുത്ത് നമ്മൾ ധനുഷ്കോടിക്ക് പോവാണ്. നമ്മുടെ വണ്ടി ഇപ്പോഴും കസ്റ്റം മോഡിലാണ്. ഞാൻ കസ്റ്റം മോഡിൽ ഓടിക്കാൻ കാരണം കസ്റ്റം മോഡിലെ സെറ്റിങ്സേ, അതായത് റേഞ്ച് എന്ന് പറയുന്ന ഡ്രൈവ് മോഡിൽ, എവരിഡേ എന്ന് പറഞ്ഞ സ്റ്റിയറിങ്, സ്പോർട്സ് അഥവാ റേസ് എന്ന് പറഞ്ഞ സസ്പെൻഷനും വെച്ചാണ് ഓടിക്കുന്നത്. കാരണം എനിക്ക് ഹൈവേയിൽ സ്പീഡിൽ ഓടിക്കുമ്പോഴത്തേക്ക് സ്റ്റിഫ് ആയിക്കോട്ടെ സസ്പെൻഷൻ എന്നുള്ള ഫീൽ ഉണ്ട്. എന്നാൽ സ്റ്റിയറിങ്ങിന് ഒരു എളുപ്പമായിട്ടുള്ള തിരിക്കാനുള്ള ലൈറ്റ്നസ് വേണം, പിന്നെ റേഞ്ചും വേണം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്ത് അപ്പം തന്നെ കസ്റ്റം മോഡിലാകും. കാരണം വണ്ടി ഡിഫോൾട്ട് മോഡിലേക്ക് മാറും നമ്മൾ എപ്പോൾ ഓഫ് ചെയ്താലും. അതായത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ളൊരു സംവിധാനം എപ്പോഴും അത് നമ്മൾ ഓഫ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കസ്റ്റം ആക്കുകയാണ് ആദ്യം ചെയ്യുക. അത് ശീലമായി. വണ്ടി കയറി ആ ഒരു സ്വിച്ച് ഞെക്കി വണ്ടിയുടെ ആനിമേഷൻ മ്യൂസിക് കേട്ടാൽ ഉടനെ കസ്റ്റം പ്രസ് ചെയ്യാനുള്ളതാണ്. ആദ്യമൊക്കെ ടച്ച് സ്ക്രീനിലൊക്കെ പോയിട്ട് മാപ്പും കസ്റ്റം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ താഴെയുള്ള ഒരു വീലുണ്ട്. ആ വീല് ഒരു കൺട്രോളാണ്. ആ കൺട്രോൾ വെച്ച് നമുക്ക് ചെയ്യാനുള്ള കേസുണ്ട്. നമുക്കിവിടെ അഡാസ് യൂസ് ചെയ്യാൻ പറ്റും. അഡാസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈൻ കീപ്പ് അസിസ്റ്റും അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും വെച്ച് നമുക്ക് കൈ വിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ദൂരമാണ് ധനുഷ്കോടിക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. കാരണം രാവിലെയാണ്, തിരക്കില്ല, ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് അത്ര അഗ്രസീവ് അല്ല, സോഫ്റ്റ് ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ലൈൻ കീപ്പ് ചെയ്യുന്നതും ലൈൻ ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ് കൈ എടുത്താൽ അവിടെ മെസ്സേജ് വരും കൈ വയ്ക്കാൻ പറഞ്ഞിട്ട്. അവിടെ ഞാൻ ഒരു പ്രശ്നം കണ്ടത്, നമ്മൾ ഫോക്സ്വാഗണിൻ്റെ വണ്ടിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റെസ്പോൺസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വണ്ടി സൈഡാവാ ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കൈ വെച്ചില്ല വെക്കി, കുറച്ച് നേരം കൈ വെച്ചില്ലെങ്കിൽ വെക്കി 3 വട്ടം വാണിംഗ് വരും. ആദ്യത്തെ വാണിംഗ് ഓറഞ്ച്, പിന്നത്തെ വാണിംഗ് റെഡ്, മൂന്നാമത്തെ വാണിങ്ങിൽ അവരെന്ത് ചോദിച്ചാൽ അഡാസ് അങ്ങ് ഓഫ് ചെയ്യുന്നതാണ്. അഡാസ് ഓഫ് ചെയ്യാന്ന് പറയുമ്പോൾ വണ്ടി സൈഡാവുന്നൊന്നുമില്ല, റോട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ 9S പോകുന്നതെങ്കിൽ വണ്ടി സൈഡാവുന്നില്ല. വണ്ടിയുടെ ആ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റും അഡാസ് സംവിധാനങ്ങളും ഓഫാവുക ചെയ്യുക. അപ്പോൾ ആ ഒരു ശ്രദ്ധ നമ്മൾ ഈ വണ്ടിയിൽ കാട്ടണം. കാരണം നമ്മുടെ ഒരു അസിസ്റ്റൻസിൻ്റെ കൂടെയാണ് ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൈ വെച്ച് വെള്ളം കുടിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിവൈസ് യൂസ് ചെയ്യുന്നു, അത് ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വരുന്നുണ്ട്.
ഇടയ്ക്ക് ബൂസ്റ്റ് മോഡ് ഇട്ട് ഓടിച്ചു. ബൂസ്റ്റ് മോഡ് ഓടിക്കുമ്പോഴാണ് ഇതിന് 205 കിലോമീറ്റർ ടോപ്പ് സ്പീഡാണ് കമ്പനി പറയുന്നത്. 225 ഓക്കെ. എന്നാലും ഇൻസൈൻ സ്പീഡിലേക്ക് വണ്ടി എത്തുന്നത് വളരെ പെട്ടെന്നാണ്. റേഞ്ച് പോവും, എന്നിരുന്നാൽ കൂടി കാല് കൊടുക്കുമ്പോൾ പറന്നു കയറി പോകുന്നത്. മറ്റുള്ള പെട്രോൾ ഡീസൽ വണ്ടികളെ അപേക്ഷിച്ച് നമുക്ക് ഓൾ ദ ടൈം നമുക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഇടയ്ക്കൊരു ഫൺ വേണം. ആ ഒരു സൈഡിലൂടെ പോകുന്ന വണ്ടികളൊന്ന് ഞെട്ടിക്കണം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ബൂസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബൂസ്റ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഞെക്കിയാൽ നമ്മൾ കസ്റ്റം മോഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ബൂസ്റ്റ് മോഡിൽ നമുക്ക് പാഞ്ഞ് കയറി പോവാം. ഒരു പർട്ടിക്കുലർ സ്പീഡ് എത്തുമ്പോൾ അത് കട്ടാവുന്നത്, കാരണം കുറേ സെക്കൻഡ്സുകൾക്ക് ശേഷം ആ ബൂസ്റ്റ് മോഡ് ഓഫ് ആവും. എന്നാലും അത് അത്യാവശ്യം നല്ല ഫണ്ണാണ്. എനിക്കാണെങ്കിൽ അഹങ്കാരം കൂടി, കാരണം 500-ന്റെ പുറത്ത് കിലോമീറ്റർ റേഞ്ച് കാണിച്ചു, 100% ചാർജ് ഉണ്ട്, ഇനി എന്ത് എന്നുള്ള മൈൻഡാണ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, ഇതൊന്നുകൂടി ചാർജ് ചെയ്യാതെ എൻ്റെ വീട് ഷൊർണൂർ എത്താൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു എന്ന്. എന്നാലും അതൊന്നും നോക്കില്ല, കാരണം ഫൺ ഫാക്ടർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്ലാസ് വാഷിൻ്റെ നോസിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലാസ് വാഷ് കണ്ടില്ലേ, വൈപ്പേഴ്സിൻ്റെ ഒരു അവസ്ഥയൊക്കെ കണ്ടോ. അതായത് രസമായിട്ടുള്ള വണ്ടിയാണ്. മഹീന്ദ്രയിൽ നിന്ന് റാറ്റ്ലിംഗ് ഇല്ലാത്ത, അലോസരങ്ങളില്ലാത്ത, ഓടിക്കാൻ സൈലൻ്റ് ആയിട്ടുള്ള, ക്ലീനായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടി വന്നു എന്നുള്ളത് അന്നത്തെ XUV 500 ഓടിച്ചിട്ട് ആൾക്കാർ ഇന്ന് ഈ 9S കയറി വരുമ്പോൾ മഹീന്ദ്ര എത്രത്തോളം സഞ്ചരിച്ചു വാഹന ഡെവലപ്മെൻറ്റിൽ എന്ന് വിചാരിച്ചും അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിശയം വരും. അതെ, ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. ഇത് കാതങ്ങൾ അകലെയാണ് ഇഫ് യു കമ്പയർ ദിസ് വിത്ത് ദ XUV 500. നമ്മളിതാ ധനുഷ്കോടിക്ക് എത്തുന്നു. ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തേക്ക് മഹീന്ദ്രയുടെ ഇലക്ട്രിക് കാറായിട്ടുള്ള, ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറായിട്ടുള്ള XUV 9S കൊണ്ട് വണ്ടി പ്രാന്തൻ വരികയാണ്. അങ്ങനെയൊക്കെ പറയാനല്ലേ, ചുമ്മാ ചാടാ, നമുക്ക് എന്താ ചാടാ കാണിക്കണം. അതാണ് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഈസിനെസ് ഞാൻ പറഞ്ഞു. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഓടിക്കാനായിട്ട്, ഒരു ഹെവി ഫീലും ഒന്നുമില്ല. ഇവിടെ കണ്ടോ, തിരക്കെന്ന് പറഞ്ഞ സംഗതിയില്ല. സാധാരണ വരുമ്പോൾ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനും വണ്ടിയൊന്നും റൗണ്ട് അടിക്ക് ഓടിക്കാനൊന്നും പറ്റില്ല, അത്രമാത്രം ആളായിരിക്കും. ഞാൻ വന്നത് നേരത്തെ ആയതുകൊണ്ടും ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ടും വളരെയധികം ഫ്രീ ആയിട്ടുള്ള ഒരു ധനുഷ്കോടിയാണ് കാണാൻ പറ്റിയത്. ഈ ധനുഷ്കോടിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വൃത്തികേടുകൾ അവിടെ ഇവിടെ കാണാം, അത് ഒന്നും ചെയ്യാനില്ല. പക്ഷേ കടലും അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു മുമ്പിൽ നിൽക്കുന്ന സ്തൂപവും ആ സ്തൂപത്തിനെ ചുറ്റിയുള്ള XUVയുടെ വരവും കണ്ടോ. എനിക്ക് എപ്പോഴും XUV തമ്മിലുള്ള ആ ഒരു ഉച്ചാരണം മാറും. അങ്ങനെ പലർക്കും മാറുന്നുണ്ടാവും, കാരണം മഹീന്ദ്ര പേരിടുമ്പോൾ മഹീന്ദ്രയ്ക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ 9S എന്ന് പറയുന്നത് XUV 9 7 സീറ്ററിൻ്റെ S ആണെന്നാണ് പറയുന്നത്. പിന്നെ 360 ക്യാമറ എടുത്തു, അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നോക്കി, അങ്ങനെ വണ്ടി ഓടിക്കുന്ന കുറച്ച് ഭംഗിയുള്ള വിഷ്വൽസ് കൂടി വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ മണ്ണിനൊരു ഭംഗിയുണ്ട്, ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള ഭംഗിയുണ്ട്, 360 ക്യാമറ യൂസ് ചെയ്യാനുള്ള ഭംഗിയുണ്ട്, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാനും എന്ത് നല്ല ഫ്രെയിംസുമുള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ബൈക്കേഴ്സ് വന്നിട്ട് നമ്മൾ കണ്ടിട്ട് ഡ്രോൺ ഷോട്ട് കണ്ടിട്ട്, ഫിഷർമാൻ്റെ അല്ലെങ്കിൽ ബോട്ടിലൂടെ പോയിട്ട് നമ്മൾ കണ്ടിട്ട്, അങ്ങനെ വിഷ്വൽ ബ്യൂട്ടിയുടെ ഒരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇവിടെയും പാമ്പൻ പാലവുമാണ് എനിക്ക് തോന്നുന്നു ബൈക്കേഴ്സൊക്കെ ഒറ്റയടിക്ക് വന്ന് തിരിച്ചു പോകുന്ന സ്ഥലമായിട്ട് കാണുന്നത്. ഈ സ്തൂപത്തിൻ്റെ ചുറ്റും ഞാൻ 1, 2, 3 വട്ടം വലം വെച്ചു, കാരണം ഇങ്ങനെ വലം വയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കുറവേ കിട്ടാറുള്ളൂ. പിന്നെ വണ്ടി നമ്മൾ അപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് ഇൻ കേസ് തിരക്ക് വന്നാൽ നമുക്ക് വണ്ടി എടുക്കണമല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. കടലിലേക്ക് നമ്മൾ തെറ്റിയിരിക്കണ്ട, അവിടെ ബീച്ചിലേക്ക് ഇറങ്ങാനേ ഉള്ളൂ. നമ്മൾ നടക്കും തോറും വണ്ടിയുമായുള്ള ദൂരം കൂടുന്നുണ്ടല്ലേ. അതായത് ഇത്തവണ കുറച്ച് അധികം ദൂരത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്, കാരണം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ കല്ലും മുട്ടിയും ഇറങ്ങിയ ആ ഒരു കടലിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ കടലിലൂടെ നടന്നിട്ട്, കടലിലൂടെ എന്ന് പറയുമ്പോൾ കടൽ തീരത്തിലൂടെ നടന്നിട്ട് കടൽ തിരമാലകളെ കാലുകൊണ്ട് തഴുകി നടന്നിട്ട് നമ്മൾ അങ്ങ് അറ്റത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എത്രമാത്രം ദൂരെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവുക. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അങ്ങ് ശ്രീലങ്കയുടെ തീരത്ത് നീന്താൻ തയ്യാറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന 2 പേരാണോ എന്ന് തോന്നിക്കുന്ന ഒരു അനക്കം ഞങ്ങളിവിടെ നിന്ന് കണ്ടത്. അതായത് അനക്കം കാണാനേ പറ്റുള്ളൂ, കാരണം 25-30 കിലോമീറ്റർ അപ്പുറത്താണ് ആ ഒരു തീരം എന്ന് പറയുന്നത്. സ്റ്റിൽ നമ്മൾ നിൽക്കുന്നത് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വെള്ളം, നല്ല അന്തരീക്ഷം, നല്ല തണുപ്പ്, ചൂടൊന്നുമില്ല, കാറ്റുണ്ട്. ആ സ്തൂപം കണ്ടോ, ആ ഒരു ആളുകളുടെ തിരക്കുണ്ടോ, അത്രയും കുറച്ച് തിരക്കേ ഉള്ളൂ ധനുഷ്കോടിയിൽ ഞങ്ങൾ പോയപ്പോൾ എന്നുള്ളതാണ്. എനിക്കിവിടെ ഇഷ്ടമാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരില്ല, 1-2 വട്ടം വന്നിട്ടുണ്ട്. എന്തായാലും കുറേ നേരം അവിടെ നിന്നിട്ട് തിരിച്ച് കയറി നമ്മൾ വീണ്ടും 9S ഇനി ഒരിത്തിരി ഷോർട്ട്സ് എടുക്കാണ്ട് ഈ റൂട്ടിലൂടെ ഓടുന്നത്, അതെടുത്തതിന് ശേഷം വേണം നമുക്ക് തിരിച്ച് യാത്രയ്ക്കായിട്ട്. ആ വീലിൻ്റെ ഡിസൈൻ ഇഷ്ടമാട്ടോ. ഇതിൻ്റെ ആ ഒരു XUV ചായ ഉണ്ടല്ലോ, അത് ഭംഗിയുണ്ട്. ആ ഒരു ഫ്ലഷ് ഹാൻഡിലും അല്ലെങ്കിൽ ആ ഒരു മിററും. അതെ, സൈഡ് പ്രൊഫൈൽ ശരിക്കും XUV തന്നെയാണല്ലോ. നോക്കിയേ, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 32 കിലോമീറ്റർ സ്പീഡിലാണ്. ഇത് 2 സൈഡിലും കടലാണെന്ന് മാപ്പിൽ കാണാം. ആ റോഡിൻ്റെ വൃത്തി കണ്ടോ, ആ റോഡിൻ്റെ വലിപ്പം കണ്ടോ. കുറേ നേരം നിന്ന് നോക്കിയത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിക്ക് വന്നു. വണ്ടി വന്നിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഐലൻഡിലേക്കൊക്കെ പോയി കുറേ സ്ഥലത്തൊക്കെ പോയി തിരിച്ച് നമ്മൾ വീണ്ടും രാമേശ്വരത്തേക്ക് വണ്ടി ഓടിച്ച് പോകേണ്ടത്. അവിടെ 360 ക്യാമറയുടെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ദീപക്കിനെ വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് ക്ലച്ച്ലെസ്. എടാ, എനിക്കൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നതാണ് ഈ ഒരു X5 എന്ന് പറഞ്ഞ ക്യാമറ എന്ന് പറയുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി, കാരണം ട്രാവലിനൊക്കെ പറ്റിയൊരു ക്യാമറയാണിത്. എന്തായാലും XUV 9S എന്ന് പറയുന്ന വണ്ടി
ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കൊരു കൈ പുറത്തേക്ക് ഇട്ട് ക്യാമറ വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നിലിരുന്നാലും മതി, വൈഫ് ഓടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് ആ ഒരു ഐലൻഡും ആ ഒരു അമ്പലമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു 360 ക്യാമറ ഭംഗി കൂടി കാണിക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തന്നെയാണ്. നോക്കിയേ, ആ ഒരു മരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഓട്ടോറിക്ഷയുടെ മഞ്ഞ കളറുകളും ഇതെല്ലാം ഈ ക്യാമറയിൽ നല്ല വൃത്തിയായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തിരിച്ചു പോകുന്ന ഒരു വഴിക്ക് നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി. പാമ്പൻ പാലത്തിലാണ് പിന്നീട് നമ്മൾ ഈ ക്യാമറ യൂസ് ചെയ്തത്. അങ്ങോട്ട് മുമ്പ് വെയിലായതുകൊണ്ട്, ഇങ്ങോട്ട് മുമ്പ് രാവിലെ 11 മണി ആയിട്ടേ ഉള്ളൂ, വെയിലാവാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് വിഷ്വൽസ് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു വിഷ്വൽസൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോവാണ്. നമ്മളെന്തായാലും പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നില്ല. പല ആളുകളും ചെയ്യുന്നുണ്ട്. അത് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാകുന്നുണ്ട്, നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ കിടക്കുന്ന ഒരു വണ്ടിയാണ്, അതൊരു പോലീസ് വണ്ടിയാണോ? അല്ല, ഏതോ ഒരു വണ്ടിയാണ്. നമ്മളെന്തായാലും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നതും. പിന്നെ ഹോട്ടൽ വന്ന് കുത്തിയിരുന്ന കാര്യമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 11 മണിയോടുകൂടി ഇറങ്ങി പാമ്പൻ പാലത്തോട്ട് കയറി നമ്മൾ തിരിച്ചു പോരേണ്ടത്. ആദ്യമായിട്ട് 360 ക്യാമറ യൂസ് ചെയ്യുന്നതല്ല, എന്നാലും ഒരു ചാബല്യമായിട്ട് കണ്ടാൽ മതി. ഈ ഒരു ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഇത് പാമ്പൻ പാലത്തിലൂടെ XCV 9S കൊണ്ട് പോകുന്നതാണ്. ഓക്കെ, കാണാൻ ഭംഗിയുണ്ടോ? ഇതിനെ ആവർത്തിക്കില്ല കേട്ടോ. അഡാസ് ലെവൽ 2 പലപ്പോഴും യൂസ്ഫുള്ളാണ്. നമുക്ക് വെള്ളം കുടിക്കാനും അതല്ലെങ്കിൽ മൊബൈലും ചാർജ് കുത്തിടാനൊക്കെ യൂസ് ചെയ്യാം. ടോള് കടന്ന് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഡിണ്ടിഗലിലേക്ക് തന്നെയാണ്. ഡിണ്ടിഗലിൽ എത്തിയിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. നോക്കിയാൽ 292 കിലോമീറ്റർ ഓടി, 147 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യാണ്. 32% നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ അധികം ചാർജ് ഉദ്ദേശിക്കുന്നില്ല, ഒരു 80% കിട്ടാൻ നമുക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. 6.1 കിലോമീറ്റർ പെർ KWh ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 850 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. നമ്മൾ നോക്കിയേ, 418 കിലോമീറ്റർ ഓടാവുന്ന 81% ചാർജ് ആയപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുത്തു. ചിലവായത് 1243 രൂപയാണ്, 31 മുതൽ 81% വരെ. അപ്പോൾ ഈ യാത്രയിൽ ഇലക്ട്രിക് കാർ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിണ്ടിഗലിൽ എത്തുന്നു, ആ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ സക്സസ് ആയിരുന്നു. പിന്നെ രാമേശ്വരത്ത് റൂം എടുത്തത്, ചാർജറുള്ള ഹോട്ടൽ വേണം, ചാർജർ ഇല്ലാത്ത ഹോട്ടൽ റൂം എടുത്ത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോട്ടൽ റൂം എടുത്തും ഒരു പ്ലാനിങ് ആയിരുന്നു. അത് നല്ല പ്ലാനിങ് ആയി. അതായത് ആ ഹോട്ടലിൽ നമുക്ക് നിൽക്കുമ്പോൾ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും ദിണ്ടിഗലിൽ അതേ ഹോട്ടലിൽ നിന്ന്, അതായത് അവിടെയാണ് കോമഡി, ഐറണി എന്ന് പറയുന്നത്, അതേ ഹോട്ടൽ വന്നിട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്ത്, എന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചത് വേറെ കാര്യം. ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഞാൻ പട്ടാമ്പി എത്തുമ്പോൾ, പറമ്പില്ല, ഷൊർണൂർ എത്തുമ്പോൾ രാത്രി 8 മണിയാണ്. ഓക്കെ, ഒരു നല്ല പേസുള്ള ഒരു നല്ല യാത്രയായിരുന്നു. സമയം പോയിട്ടില്ല പറയാം. കാരണം ആദ്യത്തെ ദിണ്ടിഗൽ സ്റ്റോപ്പിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 45 മിനിറ്റ്. രാമേശ്വരത്ത് പിന്നെ നോക്കണ്ട, അവിടെ നമ്മൾ ചെല്ലുന്നത്, കുത്തിരുന്നത്, കിടന്നുറങ്ങുന്നത്, ഒരു സാധാരണ പോലെ. ഓക്കെ, ഈവനിങ് ആയിട്ട് കണ്ടാൽ മതി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വണ്ടി എടുത്ത് ധനുഷ്കോടി പോയി തിരിച്ച് രാമേശ്വരം വന്ന് രാമേശ്വരത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ച് നമ്മൾ ദിണ്ടിഗലിൽ വന്നതും സാധാരണ പോലെയാണ്. ദിണ്ടിഗലിൽ വണ്ടി കുത്തിയിട്ടത് ഭക്ഷണം കഴിക്കാൻ പോയത്, 1 മണിക്കൂറോളം ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്നപ്പോൾ ചാർജ് ആയതും നോർമലാണ്. നമുക്ക് സമയം പോയിട്ടില്ല. എവിടെയാണ് സമയം പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെല്ലാം 120 kWh ചാർജാണ്, എല്ലാം അല്ല, കുറേയൊക്കെ. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളില്ല, സമയം കുറേ ലാഭമാവും. പിന്നെ നമുക്ക് പ്രശ്നം, അവിടെ ചാർജർ ഒക്യുപ്പൈഡ് ആണോ അല്ലെന്ന് ആപ്പ് തന്നെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതോ 2-3 വണ്ടിക്ക് വേണമെങ്കിൽ പെട്ടു, അത് നമ്മൾ നോക്കിയാൽ മതി, അത് ആപ്പിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ കുറേ ചാർജറുകളുണ്ട്, ഒന്നില്ലെങ്കിൽ അടുത്ത് കിട്ടുന്ന വിചാരിച്ച് പോകാം. ഞാൻ എപ്പോഴും 200 കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം കുറച്ചേരം റൂമുണ്ട്, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയെങ്കിലും പോയി ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. തമിഴ്നാട്ടിൽ കറണ്ട് പോയിട്ടില്ല, കറണ്ട് ഉണ്ടായിരുന്നു ഒന്നും മുഴുവൻ. പിന്നെ എനിക്ക് തോന്നുന്നു 120 കിലോവാട്ട് ആകുമ്പോൾ 1 മണിക്കൂർ താഴെ വണ്ടി ചാർജ് ആവുന്നുണ്ട്. ഏറെക്കുറെ 90% ആവുന്നുണ്ട്, മതി, ധാരാളമാണ്. അപ്പോൾ ചാർജിങ് ബുദ്ധിമുട്ടില്ല. ചിലവ് മാത്രമാണ് പ്രശ്നം. ചിലവ് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ആകെ മൊത്തം ഓടിയത് 1200 കിലോമീറ്ററാണ്. 79 kWh ബാറ്ററി, ഒരു യൂണിറ്റിൽ 6.2 കിലോമീറ്റർ പോകുന്നുണ്ട്. ഈ പൈസ വെച്ചിട്ട് ഞാൻ നമ്മുടെ ജെമിനിയോട് ചോദിച്ചു, സെയിം ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യും, എത്ര രൂപ പെട്രോളിന്, എത്ര രൂപ ഡീസലിന് വരുന്നത് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കമ്പയർ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, മെയിൻ്റനൻസ് ലാഭം ഉണ്ടാവാം, ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ലാഭം ഉണ്ടാവാം, പക്ഷേ റണ്ണിങ് കോസ്റ്റിൽ ഭീകരമായിട്ടുള്ള ലാഭമൊന്നുമില്ല. ഇലക്ട്രിസിറ്റിക്ക് വരുന്ന 25 രൂപ പെർ യൂണിറ്റ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ 4.03 പെർ കിലോമീറ്റർ വരുന്നുണ്ട്. അത് 6.43 പെർ കിലോമീറ്റർ വരുന്ന കാറുമായിട്ട്, ഡീസൽ XUV ആയിട്ട് കമ്പയർ ചെയ്താൽ എനിക്ക് വേണ്ടി വന്നത് 193.5 kWh ആണ്, 2.5 ഫുൾ ചാർജ്. ഡീസൽ ആണെങ്കിൽ അത് 85.7 ലിറ്റർ വരും. അങ്ങനെ നോക്കിയാൽ 4836 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. 2880 രൂപയാണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന മണിക്കൂറിൻ്റെ കണക്കെടുത്താൽ, അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ സ്നാക്ക് ബാർ കഴിച്ച് കൊടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള 1 മണിക്കൂറോ 3 മണിക്കൂർ കളയേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ കാറോ പെട്രോൾ കാറോ ആണ് കുറച്ചുകൂടി ലെസ് ടൈം കൺസ്യൂമിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലവ് ഏറെക്കുറെ സെയിം ആണ് ഡീസലിന്. പെട്രോളിന് കുറച്ച് കൂടും, ഓക്കെ, പക്ഷേ അവിടെ നമുക്ക് സമയ ലാഭമുണ്ട്.
പിന്നെ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് ലാഭത്തിനാണെന്ന് പറയുമ്പോൾ ടിയാഗോയിൽ നിൽക്കും, കൊമറ്റിൽ നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം ലാഭത്തിനല്ല, നമുക്ക് കുറച്ചുകൂടി സ്റ്റാറ്റസ് സിമ്പിൾ കാണിക്കാനും ഞാൻ ഇലക്ട്രിക് ആണ്, ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് കൂട്ടണ്ട. എന്നാലും ഇലക്ട്രിക് കാറുകൾ ലാഭത്തിന് ആണെങ്കിൽ ടിയാഗോയോ കൊമറ്റോ തന്നെ വാങ്ങണം, ആ ഒരു ലെവലിലേ വാങ്ങാവുള്ളൂ. അതിന് മുകളിലേക്ക് പോയാൽ അത് ലാഭത്തിനല്ല, അത് നമുക്ക് മറ്റൊരു വണ്ടികളെ പകരം ഉപയോഗിക്കാം. ഈസി ആയിട്ട് പോകും, സൗണ്ടും ലഹളിയില്ല, എൻവേജിൻ്റെ ഗുണമുണ്ട്, പിന്നെ സൈലൻ്റ് ആയിട്ട് ഓടിക്കാം, കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ ട്രേഡ് ഓഫ് റേഞ്ചാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഒപ്റ്റിമം സ്പീഡിൽ ഓടിച്ചാൽ പറഞ്ഞ റേഞ്ച് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഒരു ചാർജിൽ അറൗണ്ട് 450 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല റേഞ്ചാണ് ഈ ഒരു 9S സംബന്ധിച്ച്. പിന്നെ 9Sൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ബിസിയാണ്. ഇപ്പോൾ നമ്മൾ മോശം റോഡ് കൂടെ ഓടിക്കുമ്പോഴേ വണ്ടി ഭയങ്കരമായിട്ട് കിടന്ന് ചാടുന്നു തോന്നും. പക്ഷേ പുതിയൊരു അപ്ഡേറ്റിൽ സെറ്റിങ്സ് വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റിയറിങ്ങും സസ്പെൻഷനും ആ ഒരു ഡ്രൈവ് മോഡൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെറ്റിങ്സ് ഇട്ടത് ഡ്രൈവ് മോഡിൽ, ഡ്രൈവ് എന്ന് പറയുന്നത് റേഞ്ച്, അതായത് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നതും സ്റ്റിയറിങ്ങും മറ്റുള്ള സസ്പെൻഷനൊക്കെ ഡിഫോൾട്ട് മോഡ് അഥവാ എവരിഡേ മോഡിലായിരുന്നു. അപ്പോൾ എനിക്കതാണ് ഓടിക്കാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ യാത്ര ചെയ്യാൻ സുഖമാണ്, ബാക്ക് സീറ്റ് അത്യാവശ്യം കംഫർട്ട് ഉണ്ട്, ഫ്രണ്ട് സീറ്റിൽ അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. ഈ സ്പീഡ് ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഓക്കെ പാലമൊക്കെ ചാടുമ്പോൾ കുറച്ച് അൺസെറ്റിൽ ഫീൽ ചെയ്യുമെങ്കിലും അത്യാവശ്യം നന്നായി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതായത് നല്ല വണ്ടിയാണ്. 34 ലക്ഷത്തി സംതിങ് ആണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഞാൻ ഓടിച്ച വണ്ടിയുടെ, അതായത് 79 കിലോവാട്ട് പാക്ക് 3യുടെ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീലിങ്ങും 3 സ്ക്രീനിൻ്റെ ഗുണങ്ങളും അതല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഫീച്ചേഴ്സും സൺറൂഫൊക്കെയാണ്. ഓക്കെ, ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, സൺറൂഫിൻ്റെ ആ ഒരു ഷെയ്ഡ് അടയുന്നുണ്ടായിരുന്നില്ല, അത് പക്ഷേ നമ്മൾ അടച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിക് കാറായിട്ട് ലോങ് ഡ്രൈവ് പോകാം, അറ്റ്ലീസ്റ്റ് കേരളം തമിഴ്നാടും സുഖമായിട്ട് പോകാം, കർണാടകയും. ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് ചാർജർ ഒക്യുപ്പൈഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ റെസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചാർജറിനോടനുബന്ധിച്ചാക്കണം. അപ്പോഴുള്ള പ്രശ്നം എന്താ, ചിലപ്പോൾ ചാർജറുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. വെജിറ്റേറിയൻ. താനൂര് ചക്ക തിന്നാൻ പോയപ്പോൾ താനൂരെന്ന് പറഞ്ഞു ചക്ക അയക്കണം മാവും വേണമെന്ന്. കുറച്ച് ചക്ക റോഡൊന്നും അടിച്ചു. അത് വെക്കാനായിട്ടേ ഫ്രങ്ക് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. മണമില്ലാതെ നാറാതെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ XEVയുടെ ഫ്രങ്ക് എന്ന് പറയുന്നത്. നോക്കിയേ, 1218 കിലോമീറ്റർ, ഇനി 178 കിലോമീറ്ററോടുള്ള കണക്ക് ബാക്കിയുണ്ട്. ഞാൻ കണക്ക് കൂട്ടിയതൊക്കെയും ഓടിയ കണക്ക് വെച്ച് യൂണിറ്റിലാണ്. 18 കിലോമീറ്ററൊന്നും കൂടിയില്ല, 1200-ലാണ്. എനിക്ക് 6.3 കിലോമീറ്റർ പെർ കിലോവാട്ട് അവർ കിട്ടിയ നല്ല കാര്യമാണത്. ഇത് 10,000 കിലോമീറ്റർ തേച്ച് ഞാനാണ്. മഹീന്ദ്ര XEV 9S കൊള്ളാം അല്ലേ?